എന്താ മാമൻ ചെയ്യുന്നത്? ഞാൻ ബുക്ക് വായിക്കാം. ഏതാ ബുക്ക്? മിക്കിഡിന്റെ നോ ബ്രെയിനർ. അത് പുതിയ ബുക്കാണല്ലോ. അതില് മുട്ടുന്ന ഞാൻ പോയി നോക്കിട്ട് ഞാൻ ഈ കഥന്റെ ഇത് വായിക്കട്ടെ, ഇല്ലെങ്കിൽ ഇതിന്റെ ഫ്ലുവൻസി പോകും. എന്തൊരു എൻവലപ്പ് ആരായിരുന്നു അറിയാൻ ഏറ്റവും മനോഹരം എഴുതിയിരിക്കണം. പഴയ എന്തോ എഴുത്തുമാരുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല. ആവശ്യമില്ലാത്ത പേപ്പറേറ്റാണ് തോന്നുന്നത്. You have a magical necklace. ഇതെന്തൊക്കെ കോഡുമാരിയാണല്ലോ. ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായോ ഇതെന്താണെന്ന്? മനസ്സിലായെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. എനിക്ക് തോന്നുന്നത് ട്രഷർ ഹണ്ട് ആണെന്നാ. ലാസ്റ്റ് find the treasure and soon we'll get another valuable treasure by Queen. അതൊരു queen. ഗൈസ്, ഇതെന്തോ ട്രഷർ ഹണ്ട് ആണെന്ന് തോന്നുന്നു. അപ്പം ഹലോ, വെൽക്കം ടു അവർ ചാനൽ മനുഹനൻ. അപ്പം നമ്മൾ ഇത് പുതിയൊരു എപ്പിസോഡ് ട്രഷർ ഹണ്ട് ആണ്. ഇത് ആരാഴ്ചയെന്ന് നമുക്കല്ല, ബട്ട് ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ട്രഷർ ഹണ്ട്. സോ വി വിൽ ഫൈൻഡ് ദി ട്രഷർ and so let's go out. It's written garden in it. Garden place ആയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ എന്തായാലും പുറത്ത് പോയിട്ട് നമുക്ക് തരാം. നമുക്ക് ആ അഡ്വഞ്ചറസ് ട്രഷർ ഹണ്ടിന് വേണ്ടി നമ്മൾ പോവുകയാണ്. ഗൈസ് ബൈ. നമ്മൾ ഇതാ വരുന്നു. ഗൈസ്, നമ്മളപ്പം അവിടുന്ന് കുറച്ച് നടന്നപ്പോഴാണ് നമുക്ക് വലിയൊരു ബുഷല്ല, നമുക്ക് കാട് പോലത്തെ ചെടികൾ കാണാൻ പറ്റുന്നത്. ഇതിന്റെ ഇടയിലൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്കപ്പോൾ ഇവിടെ സെർച്ച് ചെയ്യുന്നത് ലാസ്റ്റ് ഒക്കെ വേണം. ഇത് കുറേ ഹാർഡാണ് ഗൈസ്. ഈ സൈഡും ലാസ്റ്റ് ആക്കാം. കൈമെടുക്കുന്നതല്ല പറഞ്ഞ, അതും ബ്ലൂ കളർ. ഇവിടെ എവിടെയെങ്കിലും ബ്ലൂ ഉണ്ടോ എന്ന് നോക്കൂ ഗൈസ്. ഓൺലി ബ്ലൂ. നമ്മൾ ബ്ലൂ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഒരു ബ്ലൂ കളർ കാണാനില്ലല്ലോ. ഇവിടെയും കാണാനില്ല. ഹനൻ, ഇവിടെ എന്താണ് ഒരു നീല? ഇവിടെ ഇതോ അടിയിൽ. നമ്മളെ ഫസ്റ്റ് സാധനം കണ്ടെത്തി കഴിഞ്ഞു ഗൈസ്. ഇതൊരു വളയാണ്, കൈമയിടാൻ പറ്റും. അവര് പറഞ്ഞ പോലെ തന്നെ പേളി ബ്ലൂ തന്നെയാണ് ഇതിന്റെയും കളർ. പേളി ബ്ലൂ ആണ്. പേളുമാരത്തെ ബീഡ്സും ആണ് ഇതിന്. സെയിം ഡിസൈൻ ഗൈസ്. അപ്പോൾ ഇതന്നെ ആയിരിക്കും തോന്നുന്നു. നമുക്ക് സെക്കൻഡ് നോക്കാം. സെക്കൻഡ് എഴുതിയിരിക്കുന്നത് another thing used in same place. Another thing used in same place. കയ്യിലിടുന്ന വേറൊരു സാധനം. നമ്മൾ കൈമ വേറെ എന്തൊക്കെയാ? വാച്ച് ഇടും. വാച്ച്. അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ സർക്കിൾ ആയിരിക്കും. സോ സർക്കിൾ ആയിട്ടുണ്ട്. എന്താന്ന് നമുക്ക് നോക്കണം. സോ ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബിലോ. ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത് 6 സെക്കൻഡ്സ് ആണ്. 1 2 3 4 5 6 Done. നമുക്ക് ഇനി അടുത്തത് തപ്പി. അപ്പോൾ ഗൈസ്, നമ്മൾ നേരത്തെ എടുത്തതിൽ ഒരു ഹാർട്ടിൻ്റെ സിമ്പിൾ ഉണ്ട്. ഞങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ അതുപോലെ ഡിസൈൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്ലൂ ആയിരിക്കും. ഗൈസ്, നമുക്ക് നോക്കാം. ഈ സൈഡൊക്കെ നമ്മൾ നോക്കിയതല്ലേ, ഇവിടെ ഒന്നും ഇല്ലെന്നല്ലോ. നീലല്ല നോക്കിയത്. അപ്പോൾ നീലല്ല നോക്കിയത്. നമ്മൾ വേറെ സൈഡൊക്കെ നോക്കാം, എന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. കാരണം അവിടെ ഇല്ലേന്നല്ലോ നേരത്തെ. എവിടെയൊക്കെ ഉണ്ടോ നോക്ക്. ഇതിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പോവാം. ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ കണ്ടുപിടിച്ചാലോ? നോക്കാം. നമുക്ക് നോക്കിയാലോ?
ഗൈസ് എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിൽ പറയൂ ഗൈസ്. കണ്ടിട്ട് തോന്നുന്നില്ല. വാ പോവാം. നമുക്ക് ഇവിടെ തന്നെ നോക്കാമല്ലോ. നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഈ സൈഡ് തന്നെ ഒന്നും കൂടി നോക്കാം. ഈ സൈഡിൽ ഒന്നും കാണാനില്ല. കൈമേടുന്ന സാധനം വെക്കുമ്പോ ഗൈസ് എന്താണ്? അതെന്താ ഇവിടെ ഒരു ബ്ലാക്കും വൈറ്റും കൂടി? മുഴുവൻ ക്യാമറയിൽ എന്തോ ബ്ലാക്കും വൈറ്റും വരുന്നുണ്ട്. ഇവിടെ ഇത് ഇവിടെ ഇവിടെ അതെന്താ? പക്ഷേ അത് കൈമിടുന്നേ. അതാ ചെടിയുമ്പോ കുടുങ്ങിപ്പോയി. ഇതൊരു ബ്രേസ്ലെറ്റ് ആണ്. ഇട്ട് നോക്കൂ. നിനക്ക് എന്തായാലും ഇടാൻ പറ്റില്ല. ഓ ഇന്ത്യയിൽ ഓൾറെഡി ബ്രേസ്ലെറ്റ് ഉണ്ട്. സാരമില്ല. ഹാർട്ട്. ഓ ഇതായിരുന്നല്ല ഹാർട്ട്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ആ മാപ്പിലുണ്ടായിരുന്ന ഹാർട്ട്. ഗായ്സ് ഇതൊരു ഹാർട്ട്. ഓക്കെ മറവാൻ ഈ പാത്രത്തിൽ ആ മാപ്പ് എടുത്ത് അടുത്ത ക്ലൂ എന്താണെന്ന് നോക്കൂ. നമുക്ക് ഇത് അടച്ച് ഞാനെടുക്കാം. അടുത്തത് എന്താ ഗൈസ്? അല്ല ഇതിങ്ങനെ വന്ന് ഇതല്ലേ? സെയിം തിങ് വിത്ത് എന്തൊരു കാലിൻ്റെ പിക്ചർ, ഒരു ലോക്ക്, ഒരു പൂവ്, പിന്നെ എന്തൊരു വട്ടം, പിന്നെ എന്തൊരു ബാഗോ. അതെന്താ? എനിക്കും അറിയില്ല. സെയിം തിങ്. അപ്പോൾ ഒരു ബ്രേസ്ലെറ്റ് ആണ് ചുരുക്കം. അപ്പോൾ നമുക്ക് ഇനി ബ്രേസ്ലെറ്റ് തന്നെ ഒന്നുകൂടി നോക്കാം. പക്ഷേ വേറെ എന്തെങ്കിലും കുറേ സിമ്പിൾസ് വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആയിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തത് ബ്രേസ്ലെറ്റ് ആണ്. കുറേ സിമ്പിൾസ് ഒക്കെ കാണിച്ചിട്ട് അതിൽ പ്ലസ് നട്ടുകൾ. അപ്പോൾ ഞാൻ എല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേറെ സാധനമാണോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ നമ്മൾ എന്തായാലും സെർച്ച് ചെയ്യാം. ഓക്കെ ഗൈസ് വാ. ഇവിടെ ഒന്നും കാണാനില്ല. ഇവിടെയും കാണാനില്ല ഗൈസ്. ഇവിടെയും കാണാനില്ല. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ആയുധം കിട്ടുമോ എന്ന് നോക്കിയാലോ. ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ക്ലൂ. നോക്കട്ടെ ഗൈസ്. ഇതൊരു ഫാർമറിന്റെ ആയുധമാണ് ഗൈസ്. ഇത് മണ്ണ് കോരാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ നമ്മൾക്കൊരു ക്ലൂ ആണ്. മണ്ണിൽ തന്നെയാണ് ഈ സാധനം ഉള്ളത് എന്ന് തോന്നുന്നു. ആയുധത്തിന്റെ പിക്ചർ അതിൽ കൊടുത്തിരുന്നു. അടുത്തത് അതിലെന്തായിരുന്നു? ഇതോ? നോക്കട്ടെ. ഇതിലെ ലോക്ക്. ഇതിലൊരു ഷൂവിന്റെ പിക്ചർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ലോക്ക്, ഒരു ബാഗ്. ഇതൊരു ലോക്കിന്റെ പിക്ചറാണ്. ബാഗ്. ഇത് ലോക്കാണ്. ലോക്ക് അത്. പിന്നെ ഒരു പൂവിന്റെ പിക്ചർ ഉണ്ട്. പിന്നെന്താ ഉണ്ട്? ഒരു ബാഗ്. ഒരു ബാഗിന്റെ പിക്ചർ ഉണ്ട്. പിന്നെ ഒരു സർക്കിളിന്റെ പിക്ചർ. ഗൈസ് അപ്പൊ നമുക്കിത് കിട്ടി. നമ്മൾ നോക്കിയത് നമുക്ക് കിട്ടി. നമുക്ക് ബ്രേസ്ലെറ്റ് ആണ്. അപ്പൊ നമ്മൾ തേർഡ് ക്ലൂ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. നമ്മളപ്പോൾ തേർഡ് ക്ലൂവിന്റെ സാധനം കിട്ടി. എൻ്റെ കൈ ഫുള്ളായി ഗൈസ്. അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ക്ലൂ എന്താന്ന് വായിച്ച് നോക്കട്ടെ. നമ്മൾ ഇത് ചെയ്ത് തീർന്നൊക്കെ മാർക്ക് ചെയ്യാം. അതിന് നമ്മൾ പെൻസിൽ എടുക്കട്ടെ ഗൈസ്. ഇത് പിടിക്കുക. നമ്മൾ അടുത്തത് ഇതിൽ കാണിക്കുന്നത് ചെയ്ത് തീർന്നൊക്കെ മാർക്ക് ചെയ്യാം.
കണ്ടില്ല, ഇതേന്ന് ഞാൻ പറഞ്ഞ ഷവലിന്റെ സിമ്പിൾ. ഒരു തലന്റെ മേലെ മുടി, സെയിം കളറിൻ തല മുടി, സെയിം കളറിൻ ഗോൾഡൻ ആണ് ഇതിന്റെ നിറം. ഗോൾഡൻ നിറത്തിലുണ്ട്. തലയിലോ മുടിയിലോ ഇടുന്ന എന്തൊരു സാധനമാണെന്ന് തോന്നുന്നു ഗായ്സ്. അപ്പം നമ്മൾ അത് നോക്കാൻ പോവുകയാണ്. തലയിലോ മുടിയിലോ, കാരണം തല ഒരു മുടിൻ്റെ പിക്ചറും പിന്നെ ഒരു തലയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇടാൻ പോകുന്ന എന്തെങ്കിലും ഇരിക്കുന്ന തോന്നുന്നത് നമ്മൾ തലയിൽ കുറേ സാധനങ്ങൾ ഇടും. റബ്ബർ ബാൻഡ് ഇടും, ക്ലിപ്പ് ഇടും, ബണ്ണിടും, കുറേ ഇടും. അപ്പം നമ്മൾക്ക് എന്താണെന്നൊരു ക്ലൂ ഇല്ല, കുറച്ച് ഹാർഡായി പോയി തോന്നുന്നു. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ നെക്സ്റ്റ് പോകാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ വെച്ച മാതിരി എന്തെങ്കിലും എവിടെയെങ്കിലും തലമിടുന്ന പോലും ചെടിമ ക്ലിപ്പ് ചെയ്തിക്കണോ നോക്കാം. ഇവിടെ നോക്കാം. നമുക്ക് ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. നമുക്കിനി ഇവിടേക്ക് നോക്കാം. നന്നായിട്ട് തെരയുമാൻ ഇവിടെ ഒന്നും കാണുന്നില്ല ഗൈസ്. നമ്മൾ ഇങ്ങനെയൊക്കെ തെരഞ്ഞു നോക്കട്ടെ. ഇവിടെ എന്താ? ഒന്നുമില്ല. ഒക്കെ തോന്നിയെന്നോ. ഇതൊന്നുമില്ല ഗൈസ്. ഇനി കാക്ടസ് പ്ലാന്റ് അവിടെ ഉണ്ടാവോ? അവിടെ നമുക്ക് നോക്കാം. വാ നോക്കാം. ഇവിടെ ഒന്നുമില്ല. കാണാനില്ല. വാ പോവാം. അതിൻ്റെ ഇടയിൽ എന്തൊരു നീല. ഓ, അതാ ചെടീൻ്റെ ഇതാണ്. ഗൈസ്, നമ്മൾ ഈ സൈഡ് നോക്കും. ഗൈസ്, മറുവാനൊന്ന് വീണു. കാൽമ കുറച്ച് വേദന ഉണ്ടല്ലേ? കാൽമ കുറച്ച് മണ്ണൊക്കെ ആയി. സാല പോട്ടെ ഗൈസ്. പക്ഷേ നമുക്ക് ട്രഷർ കിട്ടിയിരിക്കുന്നു ഗൈസ്. മുടി വെക്കുന്ന ഒരു ക്ലിപ്പാണിത്. എന്നാലിങ്ങ ആ കല്ല് കാരണം അവിടെ ആരോ ഒരു കല്ല് ഇട്ടുന്നു. നന്നായി, ഭാഗ്യത്തിന് നന്നായി വേദനിപ്പിച്ച് വീണില്ല, അല്ലെങ്കിൽ ഇപ്പൊ നല്ല വേദന ആവും. ഗൈസ്, ഇന്ന് നമുക്ക് ഈ ബോക്സ് നോക്കാം. ഇതിലെന്തെങ്കിലും അടുത്ത പോലെ ക്ലൂ ഗൈസ്. ഇത് നമുക്ക് ഈ ബോക്സിലോട്ടിടാം. ബോക്സ് അല്ല, പാത്രം. ഹെയറിൽ വെച്ചാൽ ചിലപ്പോൾ മിസ്സിങ് ആവുന്ന ഒരു പേടി. ഇനി ഷേപ്പ് ഓഫ് തിങ്സ് വിച്ച് ഈസ് മോർ ഓൺ. which is more war on. Shape of the thing which is war on. നമ്മൾ ഇട്ട സാധനത്തിന്റെ ഷേപ്പ് അല്ല, നമ്മൾ ഇത് ഇടുന്ന സാധനത്തിന്റെ ഷേപ്പ്. നമ്മൾ ഇത് തലയിലിടുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ഇടുന്ന സാധനത്തിന്റെ ഷേപ്പ്, അത് ഇടുന്ന സാധനം ഹെഡ് വെച്ചാ തല അല്ല. ഏത് ഷേപ്പാ? സർക്കിൾ ഓവർ. ഈ പാത്രത്തിന്റെ ഒരു ഷേപ്പ് ആയിരിക്കാം. ഈ പാത്രത്തിന്റെ ഷേപ്പ്. ഈ പാത്രം നിനക്ക് എവിടുന്നാ കിട്ടിയത്? ഈ പാത്രം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഇതാവൂല, ഇതല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നല്ലേ. അപ്പൊ ഈ നമുക്കപ്പോ തരാം. ഓക്കെ ഗൈസ്, നമുക്ക് തരാൻ പോവുകയാണ്. നമുക്ക് നോക്കാം അടുത്തത്. ആ, ചെക്ക് ചെയ്തോളെ. ഇവിടെ ഒന്നും കാണാനില്ല.
തക്കാളി ഉണ്ടെന്ന് കേട്ടിട്ട് നമ്മൾ നല്ല തക്കാളി നോക്കാം. ഒരു തക്കാളി പൊട്ടിച്ചാലോ? വേണ്ട. ഇവിടുത്തെ മുളകെ പറ്റിയൊക്കെ അറിയാ. ഇതാണ് ഇവിടുത്തെ മുളക്, കണ്ടില്ലേ? ഇവിടുത്തെ മുളക് നല്ല എരിവുണ്ട മുളകാ. ഓ, ഇവിടെ മുളകുണ്ട്, പിന്നെ ചുവന്ന മുളകില്ലേ, ചീരയൊക്കെ ഉണ്ട്. ഗൈസ്, ഇതാ നിങ്ങൾക്ക് മുളക് ഇഷ്ടമെങ്കിൽ കമന്റ് ചെയ്യണേ. അതെന്താ ഒരു പിങ്ക് സാധനം ക്യാമറ പതിഞ്ഞത്? ഗൈസ്, ഇതൊരു ഇത് തലന്റെ ഷേപ്പ് അല്ലേ? ഇതൊരു സ്ലൈം ആണല്ലോ ഗൈസ്. സ്ലൈം പക്ഷേ കറക്റ്റ് സ്ഥലമല്ല, ഇതൊരു ബോളിന്റെ ഷേപ്പ് അല്ല. ഒരിക്കലും തലന്റെ അടിയിൽ ഇങ്ങനെ ആവൂല, മേലും ഇങ്ങനെ ആവൂല. ഗൈസ്, എന്തായാലും നമുക്ക് സ്ലൈം ഇട്ട്. പക്ഷെ തല ഫുള്ള് നോക്കുമ്പോൾ ഇതെങ്ങനെയാവാ? ഗൈസ്, നമുക്ക് ഏതായാലും സ്ലൈം ഇട്ട് കളിക്കാൻ നമുക്ക് സമയമില്ല ഗൈസ്. നമുക്ക് ഇനി അടുത്ത സാധനം നോക്കാം. സാരമില്ല, നമുക്ക് സ്ലൈം ഇട്ട് കളിക്കാം പ്ലീസ്. ഓക്കെ ഗൈസ്, നമുക്ക് സ്ലൈം ഇട്ട് കളിക്കാം. വെയിറ്റ്, ഇതെന്താ ഗൈസ്? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ബോൾ നോക്കട്ടെ. ഗൈസ്, ഫുള്ള് സ്ലൈമാണ് ഗൈസ്. ഓ, സ്ലൈമി ബോൾ. ഇത് കൈമലൊക്കെ അങ്ങനെ സ്ലൈമായി. ഗൈസ്, ആർക്കൊക്കെ സ്ലൈം ഇഷ്ടപ്പെടുന്ന അവർ ഈ വീഡിയോ കമന്റ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമ്മളിത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഇതങ്ങനെ സ്ലൈമാണ്. നമുക്ക് സ്ലൈമും കിട്ടി, കൂടെ ഒരു ബോളും കിട്ടി. നോക്കൂ ഗൈസ്, കൈമ അങ്ങനെ സ്ലൈമാ. എന്താ സാരമില്ല, കണ്ടില്ല? സ്ലൈമിന്റെ കളർ തന്നെ മാറി, കൈമത്തെ ചെടി കാണണം. നമ്മൾ ഈ മാജിക് മഡ്, അതായത് സ്ലൈം, നമ്മൾ അത് ഇവിടെ വെക്കാൻ പോവുകയാണ്. ആരും എടുക്കാതെ നോക്കാമല്ലോ ഗൈസ്. ഇതെന്താ ബോൾ? ഗൈസ്, ഇതിങ്ങനെ കളിക്കുന്ന ബോളാണ്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത ക്ലൂ കണ്ടുപിടിച്ചേക്കോ ഗൈസ്. നമ്മൾ അടുത്ത ക്ലൂ, ഈ ക്ലൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്ലൂ നമ്മൾ നോക്കാം. നമ്മളിപ്പോ ലാസ്റ്റ് കണ്ടുപിടിച്ച സ്ലൈമാണ് ഗൈസ്. അപ്പോൾ ഷേപ്പ് ഓഫ് ദി തിങ് വിച്ച് ഈസ് വാർ ഓൺ, ഇതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അത് കഴിഞ്ഞതിന് ശേഷം ഹെച്ച് എന്നായിരിക്കും, ഒരു ഹെച്ച്. ഹെച്ച് എന്ന് വെച്ചാൽ എന്താവുന്ന നമുക്കുള്ള, ബട്ട് ഗൈസ് നമുക്ക് തരാം. ഹെച്ച് ആണ് അടുത്ത നമ്മൾ ട്രഷർ. നമുക്ക് ഇനി അത് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ ഗൈസ്, പോവാം. ഞാൻ എല്ലായിടത്തും നന്നായി തിരയട്ടെ. ഇവിടെ ഒന്നും കാണാനില്ല, എന്നെ കൊണ്ട് കഴിഞ്ഞ് നോക്കാം. നീ എന്നെ അവിടെ നോക്കി, ഞാൻ ഇവിടെ. ശരി ഗൈസ്, മറുവാനത്തിന് ഫോക്കസ് ചെയ്തിട്ട് ക്യാമറ വെക്കുന്ന. ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് ഗൈസ്, പക്ഷെ ഞാൻ അവനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ക്യാമറ വെക്കുന്നത്. എന്നാ അവിടെ ഒന്നും കൂടി വെച്ച എന്താ നിനക്ക് കിട്ടിയ? ലോക്കറ്റോ? എഴുതി. എന്ത്? നോക്കട്ടെ, എടുത്ത്. ഓ ഗൈസ്, നമുക്ക് എച്ച് എഴുതിയ ലോക്കറ്റ് കിട്ടിയിരിക്കുന്നു ഗൈസ്. ലോക്കറ്റ് അല്ല, കീ ചെയിൻ. ആ കീ ചെയിനാണ് ഗൈസ് ഇത്. ഗൈസ്, ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് നമുക്ക് ഈ കൊട്ടം ഇടാം ഗൈസ്. അത് കൊള്ളൂല കൊള്ളൊക്കെ ചെയ്യും. വേണ്ട ഗൈസ്, കേട് വരും ഗൈസ്. ഇത് കൊള്ളതില്ല ഗൈസ്. അതല്ലേ ഞാൻ മര്യാദക്ക് മലയാളത്തിൽ പറഞ്ഞ. നമുക്ക് ഇതിന്റെ കൈമേലിടാം. ഓ, നിന്റെ സിബും ഇടാം ഗൈസ്. അവന് സ്വച്ഛന് മാത്രം ഇട്ട് അവങ്ങിയിരിക്കും. കട്ട് ചെയ്താ ഞാൻ എല്ലായിടത്തും. ഓക്കെ ഗൈസ്, ഞാൻ നോക്കട്ടെ.
മറുവാന് നോക്കിയാൽ തന്നെയൊക്കെ കിട്ടും. അവനാണ് എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കുക. എന്നാലും അവന് എല്ലാ സൈഡും കൂടി നോക്കുന്നതുകൊണ്ട് ഞാൻ ഈ സൈഡെങ്കിലും ഒന്ന് നോക്കി തീർക്കട്ടെ. അവൻ ഈ സൈഡ് നോക്കിയിട്ടും കൂടിയില്ല. അവന് ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കുക. നീ എന്തുവരായി? ഓ ഇവിടൊക്കെ നോക്കി. ഇനി ഞാൻ ഇവിടെ ഒന്ന് നോക്കട്ടെ. ഓക്കെ, എന്നാൽ ഞാൻ മറ്റേ സൈഡ് ഒന്നും കൂടി നോക്കാം. അല്ല, അവിടെ ഒന്നും ഇല്ല. ഞാൻ ഫുള്ള് നോക്കി. ഇല്ല, നമ്മളുടെ ഇരട്ടക്കണ്ണ്. നമുക്ക് ബൈനോക്കുലർ ഉപയോഗിച്ചാലൊന്ന് എളുപ്പമാണെന്ന് തോന്നുന്നു. ആ പോട്ട് എന്ത് ചെയ്യും? ഓ ഇത് ഇവിടെ. ഗൈസ്, നമ്മൾക്ക് ഇതിനുള്ള മിക്ക സംഭവങ്ങളും ആവശ്യം വരാറുണ്ട്. അതുകൊണ്ട് എല്ലാതും കൂടി നമ്മൾ ടേപ്പൊക്കെ എടുത്തു. ബൈനോക്കുലർ കുറച്ച് ഡീപ്പാണ് ആവശ്യം വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇതുവരെ ബൈനോക്കുലർ ഇതുവരെ ആവശ്യം വന്നിട്ടില്ല. അതൊക്കെ ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ കണ്ടു. ഞങ്ങളെല്ലാ വീഡിയോസ് പുറത്ത് പോയിട്ടുണ്ട്. എല്ലാ വീഡിയോസും ഞാൻ ബാഗ് കണ്ടു. ബാഗിലൊക്കെ ബൈനോക്കുലർ ഉണ്ടാവും. പക്ഷേ ഇതുവരെ ഒരു യൂസും വന്നിട്ടില്ല. ഞാൻ വെറുതെ യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കപ്പോൾ സ്പെക്സ് റിമൂവ് ചെയ്യാം. ചെക്ക് ചെയ്ത് ഗൈസ്. നമുക്കിത് നോക്കുമ്പോൾ വൈഡായിട്ടാണ് കാണും. എല്ലാം ബാക്കോട്ട് പോകുകയാണ് ഗൈസ്. നമുക്ക് ഇത് ചെയ്യാം. എന്തോ ക്യാമറന്റെ ഇടയിൽ തിളങ്ങുന്നുണ്ടല്ലോ മറുവാൻ. എന്തോ ക്യാമറയിൽ എന്തോ തിളങ്ങുന്നു. എന്താ ഗൈസ്, നമുക്ക് ഒരു എച്ച് എന്ന് പറഞ്ഞൊരു കീ ചെയിൻ കിട്ടിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. നമുക്ക് കിട്ടിയത് ഹെച്ച് എന്ന് കീച്ചെയിൻ. അതാണ് ഹെച്ച് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ കീച്ചെയിൻ കിട്ടി. നമ്മളിത് എവിടെ വെക്കും? ഓ, ഇത് മറവാൻ സിബിമടാ. ഓക്കെ, എത്താ ഞാനിടാം. നീ ഇത് പിടിക്കൂ. ഞാൻ എൻ്റെ സ്പെക്സ് വെട്ടു ഗൈസ്. എൻ്റെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററാ കീമടുന്ന കീച്ചെയിൻ. ഇപ്പം മറവാൻ സിബിമല ഇട്ടെന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി അടുത്തത് തുറന്ന് നോക്കാം. മറുവാൻ പാത്രം എടുത്ത് നോക്കൂ. ഇത് പിടിക്കൂ. രാത്രി ആവാനായല്ലേ? അതെ അതെ. അതെന്താ അടുത്തത്? ഹെച്ച് വിത്ത് ദി ക്ലൂ വൈറ്റ് തിങ് വിത്ത് ദി ക്ലൂ ഫോർ ടു ഫൈൻഡ് us. പിന്നെന്തോ ഒരു വരച്ചിരിക്കുന്നു ഗൈസ്. ഇതെന്താ നിങ്ങൾക്ക് മനസ്സിലായോ? എവിടെയാണ് തോത്തോ? ഇതാ എന്തോ കണ്ണോ ചുണ്ടോ ഒക്കെ മാറിയുണ്ട്. ചുണ്ട് ഗൈസ്. ഇതെന്താണ്? നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ ഗൈസ്? ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? നമ്മൾ നിങ്ങൾക്ക് തരുന്നത് 8 സെക്കൻഡ് ആയിരിക്കും ഗൈസ്. 1 2 3 4 5 6 7 8. Time up. So guys, നമുക്കിനി തരാം. സോ വൈറ്റ് തിങ്. അപ്പോൾ എന്തെങ്കിലും വെള്ള സാധനമായിരിക്കും. ക്ലൂ നമ്പർ 4. ക്ലൂ നമ്പർ 4 എന്താ നോക്കിക്കേ ഗൈസ്. ക്ലൂ നമ്പർ 4 പൂവ്, ഷൂസ്. ക്ലൂ നമ്പർ 4 ചിലപ്പോൾ ഈ ക്ലൂ നമ്പർ 4 കുറേ ലോക്കറ്റുള്ള ടൈപ്പ് ഉണ്ടല്ലോ. അതിലെന്തെങ്കിലും ഒരു സാധനമായിരിക്കും. വൈറ്റ് ആയിട്ടുണ്ട്. അതിലെന്തോ ഒരു സാധനം വിത്ത് ലിപ്പ് എന്ന് വെച്ചാൽ എന്താ? ചുണ്ട്. ചുണ്ടുമാരി തന്നെ ഇല്ല ആ ഫോട്ടോ. നെക്ലേസ് ആയിരുന്നു. ഫിംഗർ റിംഗ് അല്ലേന്നാ? അപ്പൊ നിനക്ക് എന്താ തോന്നുന്നത്? ലിപ്സ്റ്റിക്. എന്ത്? ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്. ചിലപ്പോൾ ഞാൻ സാധ്യത ഉണ്ട്. ബിക്കോസ് നെക്ലേസ് ആൻഡ് സോ ഫിംഗറിലിടുന്ന റിംഗ് ആണ്. അപ്പോൾ ലിപ്പിലിടുന്ന ലിപ്സ്റ്റിക് അല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക് വേണമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് സെർച്ച് ചെയ്യാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഇതാക്കിയിരിക്കുന്നത് റെഡി ആക്കിയിരിക്കുന്നത്. നമ്മൾ ബൈനോക്കുലർ എടുക്കുന്നുണ്ട്. എന്തെങ്കിലും യൂസ് ചെയ്ത് പറയാൻ പിടിക്ക്.
നമ്മൾ അതിൽ എന്തെങ്കിലും ലിപ്സ്റ്റിക് വായിച്ചത് ലിപ്സ്റ്റിക് നമുക്ക് തോന്നിയതല്ല. മറുവാൻ നമുക്ക് നല്ല രസമുണ്ട് ഈ ബൈനോക്കുലർ. മറുവാൻ ഓക്കെ ഓക്കെ നമ്മൾ അപ്പോൾ ലിപ്സ്റ്റിക്ക് നമ്മളതിലുണ്ട്. എന്തോ ഭാഗ്യത്തിൽ നമ്മളെടുക്കാം. ഐ തിങ്ക് നീ ലിപ്സ്റ്റിക് ഇട്ടാൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന. ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് നോക്കൂ. അത് വേണ്ട, ലിപ്സ്റ്റിക് ഒന്നും ഇടണ്ട. പക്ഷെ അതിലെനിക്ക് ലിപ്സ്റ്റിക് ആദ്യമേ തേക്കാൻ പറ്റല്ലേ. ടു ഫൈൻഡ് ഫുഡ് ലിപ്പിൻ്റെ സിമ്പിളാ. അപ്പം ലിപ്സ്റ്റിക് നമ്മൾ ആ സൈഡ് നമ്മൾ കുറേ നോക്കിയതാണ്. ഈ രണ്ട് സൈഡും പിന്നെ ആ അച്ചൊക്കെ നോക്കാം. നിങ്ങളുടെ ഫേവറേറ്റ് പാട്ട് ഏതാണ്? പ്ലീസ് കമൻറ്റ് ബിലോ. ഇനി എന്താണ് അതിനകത്ത് ക്യാമറയിൽ എന്തോ താഴ്ത്തുണ്ട് വൈറ്റ് കളർ. വൈറ്റ് അതിൻ്റെ അടുത്ത് ഓ നമുക്ക് ഫ്ലവർ എന്നല്ല പറഞ്ഞേ. നമ്മൾ ആ ക്ലൂല് ഫ്ലവർ ഇല്ലേന്നോ? ഗൈസ് ഇതിന് ഫ്ലവർ ഉണ്ട്. നമ്മൾ അതിൽ ഫ്ലവർ ഇല്ലേ? ഫ്ലവർ ഉണ്ടോ അതിന്? ഓ യാ നമുക്ക് ഫ്ലവർ ഉണ്ട്. പക്ഷെ ഇതിൽ റോസ് ആണെന്നുള്ളൂ ഗൈസ്. അപ്പോൾ നമുക്ക് എന്താ തോന്നുന്നേ? ബാഗൊന്നും ഇവിടെ വൈറ്റ് ഇല്ല, ചെരുപ്പ് വൈറ്റ്, അതിൻ്റെ കയ്യിൽ ചെരുപ്പില്ല വൈറ്റ്. ബാഗ് വൈറ്റ് ഇവിടെയൊക്കെ നോക്കി. വട്ടം എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ ഫ്ലവർ ആണെന്ന് തോന്നുന്നു ഗൈസ്. വൈറ്റ് ഫ്ലവർ. പക്ഷേ ലിപ്പ് എന്തായിരിക്കും അപ്പോ? എന്തോ അതിന് സൈൻ ലാംഗ്വേജ് ഉണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ. അതിൽ എന്തോ ഒരു ക്ലൂ. നമുക്ക് ലിപ്പ് ഉപയോഗിക്കാൻ മുമ്പ് ഒന്നും കൂടി ആ മാപ്പ് എടുത്ത് നോക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ക്ലൂ നമുക്ക് കിട്ടും. മാപ്പ് എടുത്ത് നോക്കുമ്പോൾ ടു ഫൈൻഡ് ലിപ്പ്. എന്താണ് ഹന ഇതിൽ എഴുതിയിരിക്കുന്നത്? ഇത് ട്രൂ ആണെങ്കിൽ ഇതിമേ ലിപ്സ്റ്റിക്ക് തേച്ചൊക്കെ ഒരു ലെറ്റർ കിട്ടും. നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ ശരിയാണെങ്കിൽ അതിൽ ആ ഒരു ലെറ്റർ തെളിയും. കഴിഞ്ഞ ക്ലൂവിൻ്റെ ലെറ്റർ തെളിയും, അല്ലെങ്കിൽ തെറ്റാവുന്നു. നമുക്കപ്പോൾ ഗൈസ് നമുക്ക് നോക്കാം. അതാ കാണിച്ചു ഗൈസ്. ഈ ആനത്താത്ത ആരാന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഞങ്ങളുടെ ഇതിൻ്റെ ഒരു പഴയ പേര്. ഇന്ന് എല്ലാവരും കളിയാക്കുന്ന പേരാണ് ഗൈസ്. ഇവനെ പിന്നെ അങ്ങനെ വിളിക്കുന്നത്. ഇവനപ്പം നമുക്ക് അടിക്കണ്ടേ ഗൈസ്? നിങ്ങളാരും പിന്നെ അങ്ങനെ വിളിക്കരുത് ഗൈസ്. എനിക്ക് സങ്കടമാവും ഗൈസ്. നിങ്ങൾക്ക് ആ പേര് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിൽ ഇവളെ ആനത്താത്ത എന്ന് നീട്ടി വിളിക്കൂ ഗൈസ്. ടൈപ്പ് ചെയ്താലും മതി. അനത്താത്ത കാണിക്കില്ല. എന്തോ മാനം കെട്ടി. എന്തിനാ അങ്ങനെ വിളിക്കും? നിനക്കത് ഇഷ്ടമല്ല എന്ന് നിനക്കറിയില്ലേ? അത് റെഡായി. ഇവിടെ എന്തൊരു എച്ച് എന്നുമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗൈസ്. നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്യട്ടെ. അനത്താത്ത ബൈനോക്കുലർ ഉപയോഗിച്ചാൽ കാണാൻ പറ്റുമോ? ഗൈസ് ഇവിടെ ഹെച്ചുമായി നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഗൈസ് നമുക്ക് ഇതിൽ എച്ച് അക്ഷരം പതിഞ്ഞിരിക്കുന്നു ഗൈസ്. അപ്പൊ ഇതിന് നമ്മൾ ചെയ്തൊക്കെ ശരിയാണ്. നമുക്ക് ഇനി ഒരു ലാസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ ഉണ്ടത്. അപ്പൊ ഗൈസ് നമ്മൾ ഇതുവരെ ചെയ്തൊക്കെ ശരിയാണ്. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൈ അങ്ങനെ ലിപ്സ്റ്റിക്കാണ്. ആരോടും പറയല്ലേ ഗൈസ്, ആരോടും പറയരുത്. ഇതൊരു സീക്രറ്റ് ആണ് ഗൈസ്. നമുക്ക് അതിനു മുന്നേ കുറച്ച് വെള്ളം പറ്റി ഇവിടെ. ഫ്ലവർ മത്തെ ലിപ്സ്റ്റിക് ഒക്കെ കളയണം ഗൈസ്, അല്ലെങ്കിൽ ഇതിന്റെ സാധനം അങ്ങനെ ഇതാവും. സോ ഗൈസ് നമ്മളിനി ബാക്കിയൊക്കെ നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അടുത്ത ബാക്കി വീഡിയോ നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ബാക്കി വീഡിയോയിൽ വരാം. ഞാൻ മർവാന്റെ ഡ്രസ്സ് ഒന്ന് നന്നായിട്ട് റെഡ് കളർ ആക്കട്ടെ. ഓക്കെ ഗൈസ്. സോ ഗൈസ് നമ്മൾ റെഡി ആയിക്കണേ. ഞാൻ ഫ്ലവർ ക്ലീൻ ചെയ്ത് ക്ലൂ നോക്കാം ഗൈസ്.
ഞാൻ ഫ്ലവർ കുറേയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും കറക്റ്റായിട്ട് ആ കളറ് കിട്ടിയിട്ടില്ല. ഒരു ലൈറ്റ് പിങ്ക് കളറൊക്കെ ഉണ്ട്. മറവാൻ ക്ലൂ നോക്കാൻ തുടങ്ങി. വണ്ടർഫുൾ. നമുക്ക് കുറച്ചൊത്തിരി ബൈനോക്കുലർ പോക്കറ്റ് ഇടാം. In this a key. In the thing a key treasure is in a place inside. Clue for done. Huh? Clue for വന്ന അതേ സാധനം. And that's also in the ഇത്. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? In the thing. ഇപ്പം കിട്ടിയ സാധനം ക്ലൂ ഫോറും. നമ്മൾ ഈ സാധനം ക്ലൂ ഫോർ നോക്കിയിട്ടല്ലേ എടുത്ത്? അതെ. അപ്പം ഈ ക്ലൂ ഫോർ എന്തായിരിക്കും? ക്ലൂ ഫോർ ഫ്ലവർ ആയിരുന്നു. ഇത് ഫ്ലവർ ആയിരുന്നു. ക്ലൂ ഫോർ എന്ന് പറഞ്ഞാൽ ബ്രേസ്ലെറ്റ് ആയിരിക്കാം. അത് ഈ ക്ലൂ ഫോർത്ത് ഒരു സാധനം എന്നല്ല എഴുതിക്കാം. അപ്പോൾ ബ്രേസ്ലെറ്റ് ഉള്ള ഫ്ലവർ കീ, ട്രഷറിൻ്റെ കീ ഉള്ളു ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്തെത്തി. നമ്മൾ ട്രഷർ കണ്ടുപിടിക്കാൻ കീ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ കീ കണ്ടുപിടിക്കാൻ ക്ലൂ ഫോർ ആൻഡ് ഫ്ലവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്ലൂ ഫോർ ആൻഡ് ഫ്ലവർ. നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാം. ഓ മറവാൻ, ചിലപ്പോൾ ഫ്ലവേഴ്സ് ആയിരിക്കും. കാരണം ക്ലൂ ഫോറിൽ ഫ്ലവർ ഉണ്ട്, ഇതിൽ ഫ്ലവർ ഉണ്ട്. സോ ഗൈസ് ഒരു ഫ്ലവർ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഓക്കെ, നമ്മൾ എല്ലാ പൂക്കളും ഇങ്ങനെ എടുത്തെടുത്ത് നോക്കാണ് ഗൈസ്. ഈ ഫ്ലവറിലില്ല, ഈ ഫ്ലവേഴ്സിനൊന്നുമില്ല. മറവാൻ ഫ്ലവേഴ്സൊക്കെ നന്നായി നോക്കൂ. കാണുന്നില്ല ഇവിടെ നിന്ന് ഫ്ലവേഴ്സ്. ഓ ഇതിൽ കുറെ ഫ്ലവേഴ്സ് ഉണ്ട് മറവാൻ. ഈ ഫ്ലവേഴ്സ് ഒക്കെ നോക്കിയോ? ഫ്ലവേഴ്സിന് തൂക്കിയിട്ടതാണെങ്കിലോ? ഫ്ലവേഴ്സിന്റെ ഉള്ളി വെക്കാൻ ഈ ഫ്ലവേഴ്സ് ഒക്കെ ചെറിയ ഫ്ലവേഴ്സ് അല്ല, തൂക്കിയിട്ടതാവാനാ ചാൻസ്. നോക്കൂ, ഇവിടെ ഇത് കുഴച്ചല്ലോ. നമുക്കിനി ഇവിടെ നോക്കാം. ഇതിലൊന്നുമില്ല. ഇതിലുമില്ല. ഇതിന് ഫ്ലവേഴ്സ് ഉണ്ട്, പക്ഷെ അത് കണ്ടാൽ തന്നെ അറിയാം. ഈ തോട്ടത്തിലുണ്ടാവും ചാൻസ് ഉണ്ട്. വാ മാനുംകുട്ടി, ഞാൻ എത്താന്ന് വിളിക്കണെങ്കിൽ ഞാൻ മാനുംകുട്ടീനെ വിളിക്കടാ. മടുവാനെ, ഹടുവാനല്ല, നിന്റെ മടുവാന്ന് പേര് വന്ന് എവിടോ മടുവാൻ. മെഡിക്കൽ റിപ്പോർട്ട് ചെയ്തിട്ട് മടുവാന്ന് അറിയാതെ ആരോട്ട് ലാസ്റ്റ് പിന്നെ കുറെ കഷ്ടപ്പെട്ടിട്ടല്ലേ മാറ്റിയത് അല്ലടാ മടുവാനെ. ഇവിടെ അവിടെ കുറെ ഫ്ലവേഴ്സ് ഉണ്ട്, അവിടെ നീ നോക്കിയില്ല. അത് ഇവിടെ ഇരിക്കും. എന്നാലും നമ്മൾ നടന്നു നോക്കുകയാണ്. രാത്രിയായാൽ പിന്നെ അറിയാലോ, നമുക്ക് ട്രഷർ ഹണ്ട് നടക്കില്ല. പെട്ടെന്ന് നീ കണ്ടുപിടിക്കാൻ നോക്കൂ. ഇവിടെയൊക്കെ വലിയ ഫ്ലവേഴ്സ് ഇല്ല. ഇതിലൊക്കെ കുറെ വലിയ ഫ്ലവേഴ്സ് ഉണ്ട്. അത് അങ്ങനത്തെ ഫ്ലവേഴ്സ് ഒക്കെ നോക്കാം, അതൊക്കെ ഒന്നും കൂടി വലിപ്പമുണ്ട്. ഒരു മിനിറ്റ്, അവിടെ കുറെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അവിടെ ഉണ്ടാവും. അവിടെ വലിയ ഫ്ലവേഴ്സ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലോ? അങ്ങനൊന്നും വരില്ല. ഇതൊക്കെ വലിയ ഫ്ലവേഴ്സ് അല്ലേ?
പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടൊക്കെ ഒരു വലിയ ഫ്ലവേഴ്സ് ഉണ്ട്. സാധനം നമ്മള് പെടുത്തിയല്ലോ. മഴ നമുക്ക് ആ വലിയ ഫ്ലവേഴ്സിന്റെ ഉള്ളിലുണ്ടോ നോക്കാം. അവിടെ ഉണ്ടായാലോ? ഇതിലൊന്നുമില്ല. ഇവിടേക്കൊന്നും വരാൻ സാധ്യതയില്ല. ഇല്ല, ഇവിടെ നമുക്ക് ഞാൻ വലിയ ചെടിക്കണം. ഇവിടൊക്കെ എല്ലാരും വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കീ എല്ലാരും കണ്ടുപിടിക്കുന്ന സ്ഥലം. നമുക്ക് ഈ സൈഡ് തന്നെ നോക്കാം. ഇവിടെ ആൾക്കാർ അങ്ങനെ വരാത്ത സ്ഥലം. മെറ്റൽ ഡിറ്റക്ടർ വേണമെന്ന് തോന്നുന്നു. ഇവിടെ കുറെ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, നോക്കാം. ഇതെന്താ ഇവിടെ ഒരു സിൽവർ? അങ്ങോട്ടൊക്കെ പൂവിന് ചുറ്റും എന്തോ സിൽവർ. ഓ, അത് അതിന്റെ ടെൻഡ്രിൽസ് ആയിരുന്നല്ലേ. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ വിചാരിച്ച ചാവിയൊക്കെയാണ്. ഈ പൂവിൽ വേറൊരു പൂവിൽ ഇതെന്താ? അതന്നെ ഞാൻ പറഞ്ഞ പൂവ് അല്ല. ഈ പൂ നീ ഏത് പൂവിനടുത്ത? ഞാൻ പറഞ്ഞ ഈ പൂവാ. നീ പറഞ്ഞത് ഇതല്ലേ? ഞാൻ പറഞ്ഞത് ഈ പൂ. ഇതാ ഉള്ളിലുള്ള ഈ പൂ. ഇതൊരു കീ ആണ് ഗൈസ്. ഇതൊരു കീ ആണ്. നമുക്ക് ട്രഷറിന്റെ കീ കിട്ടിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ട്രഷറിന്റെ കീ കിട്ടിയിരിക്കുന്നു. നമ്മൾ അവർ പറഞ്ഞ മാതിരി ഫ്ലവറിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് കിട്ടിയത് കീ ഗൈസ്. നമ്മൾക്ക് ട്രഷർ കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ട്രഷർ എവിടെയെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ഗൈസ്. സോ ഗൈസ്, നമ്മൾ രാത്രി അവനെ ഒരു ഫ്ലാഷ് ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഈ ട്രഷർ മാത്രം കണ്ടുപിടിച്ചാൽ നമ്മളതിൽ കീ വരെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഓൺലി ആൻഡ് ഓൺലി ട്രഷർ. അപ്പം നമുക്ക് ട്രഷർ നോക്കാം. ഈ രണ്ട് സൈഡ് നമ്മൾ അഴിച്ച് പെറുക്കി നോക്കിയതാണ് ഗൈസ്. നമ്മൾ ഈ പ്ലാന്റ് സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ നിലത്തെ ഭാഗം മാത്രം നോക്കണം ഗൈസ്. ബിക്കോസ് നമ്മൾ നിലത്തെ ഭാഗം അങ്ങനെ നോക്കിയിട്ടില്ല. നമ്മൾ നിലമാണ് ഇനി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. ഈ അടിഭാഗം ഒക്കെ എടുത്താൽ ഈ സൈഡ് ഉള്ളിലോട്ട് എടുത്താൽ ഗൈസ് ഇവിടെയൊക്കെ അവിടെ ഒന്നുമില്ല ഗൈസ്. ഈ ഭാഗം ഇങ്ങോട്ടൊന്നും ആരും മുക്കില്ല. അവിടുക്കോ? അവിടെ ഒന്നും ഇല്ല. ഓക്കെ ഗൈസ്, നമുക്ക് ഇങ്ങോട്ട് നോക്കാം. ഈ സൈഡൊന്നും കാണാനില്ല. അല്ല താത്ത, എന്റെ ക്യാമറയിലൊരു ബാഗ്. ഓ, ഇത് ഈ ബാഗ് നമ്മൾ കണ്ട ഫോട്ടോത്തെ ബാഗുമായി തന്നെയല്ലേ ഗൈസ്? ഈ ബാഗ് പൂട്ടിയിട്ടിരിക്കുന്നോ? We got the treasure guys. അപ്പോൾ നമുക്ക് നോക്കാം ഇതന്നെയാണ് ട്രഷർ. എന്തൊക്കെയാണ് ട്രഷർ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ആരെ താത്ത? എന്താടാ നീ തുറക്കുമോ? നീ തുറക്കുമോ അതോ ഞാൻ തുറക്കാം? ഞാൻ തുറക്കാം ഗൈസ്. നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു ഗൈസ്. We have to lock. Okay, we are going to open it. What do you think the treasure is? Okay, give me a guess. ഓക്കെ ഗൈസ്, നമുക്കൊരു 5 സെക്കൻഡ് നിങ്ങൾക്ക് ടൈം തരും. ആ ടൈമിൽ 1 2 3 4 and at last 5 guys. അപ്പോൾ ടൈം തീർന്നു. നമുക്കത് തുറന്നു നോക്കാം. Ready? 1. I'm too surprised and thrilled. 1 2 3 go guys. ഇതെന്താ? ഓ, ഇതെന്താ? ഒരു മാലയാണ്. ഒരു മാലയാണ് ഗൈസ്. ഇന്ത്യയിൽ ഇപ്പൊ ഇട്ടമായിട്ട് ഇതേ പോലത്തൊരു വേറെ കളർ 3 നിറം ഉണ്ട്. ഒരു ഗോൾഡൻ ടൈപ്പ് മാല ഗൈസ്. ഇത് ഗോൾഡൻ ആൻഡ് ജെംസ്, ദ പേൾസ് ആൻഡ് പേൾസ്, ജെംസ് ആൻഡ് പ്രഷ്യസ് മെറ്റൽസ് ഗൈസ്. ഐ എം ടു ലക്കി ടു ഹാവ് ഇറ്റ്. ഇതിന്റെ ഈ കല്ലൊക്കെ നോക്ക്. ഇതൊക്കെ ഈ ഷൈൻ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ നോക്കൂ. ഇതൊക്കെ ഇങ്ങനെ നിലത്തൊക്കെ ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അല്ലേ. ഇറ്റ്സ് റിയൽ ജെംസ് ഗൈസ്. ഇറ്റ്സ് റിയൽ ജെംസ്. ലുക്ക്,
ഇതാണ് ഫസ്റ്റ് ട്രഷർ. I will keep it over here. നമുക്ക് സെക്കൻഡ് ട്രഷർ നോക്കാം ഗൈസ്. സെക്കൻഡ് ട്രഷർ തുറന്നു നോക്കാം ഗൈസ്. ഇതൊരു എന്തൊരു ഗോൾഡ് ആണെന്ന് തോന്നുന്നു ഗൈസ്. ഇതും ഗോൾഡ് മാതിരി തന്നെ ഉണ്ട് ഗൈസ്. നോക്കൂ ഗൈസ്, ഇത് ഗോൾഡ്. ഓ, ഇത് തലന്റെ മേലിടുന്ന ആ സാധനം ഗൈസ്. ലുക്ക്, ഇത് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, ഇങ്ങനെ. ഹനാൻ അത് തലയിട്ടാൽ ചിലപ്പോൾ കുടുങ്ങും. ഓ യാ, എനിക്ക് നല്ലപോലെ ക്ലിപ്പ് ചെയ്യാനല്ല ഗൈസ്. ഇതും ഗോൾഡ് തന്നെയാണ്. അതിന്റെ കളർ നോക്കൂ ഗൈസ്. ഐ ആം ടു ലക്കി. പിന്നെ ഇതെന്താ? ഓ, ഇത് സം ഓൾഡ് ആന്റിക് മോഡൽ. ഇത് ജെംസ് ആണ്, പക്ഷെ അത്ര വാല്യുബിൾ അല്ല. ബട്ട് ഇറ്റ്സ് ആന്റിക് തിങ്. ഇതൊക്കെ ആന്റിക് മോഡലാണ്. ഓൾഡ് ഈസ് ഗോൾഡ്. യാ, ഓൾഡ് ഈസ് ഗോൾഡ്. ഓ, ഇത് നല്ല ജെംസ് ആണ് ഗൈസ്. നോക്കൂ, ഇത് നന്നായിട്ട് ജെംസ്. ഇത് കട്ടുകൂടി ഗൈസ്. ഇത് ശരിക്കത്തെ ജെംസ്. ഓ, ദിസ് ഈസ് സോ നൈസ്. പിന്നെ നമ്മളിൽ ഇതൊരു ഗോൾഡ് ഒരു മോഡലാണ് ഗൈസ്. ഞാനും കഷ്ടപ്പെട്ടിട്ട് ട്രഷർ കിട്ടിയ, പക്ഷെ ഇതൊക്കെ പറ്റിയ ഒന്നും ഇതിലില്ല ഗൈസ്. ഓ ഗൈസ്, ഇതൊക്കെ നോക്കിയത് സ്റ്റോൺസ് ആണ്. സ്റ്റോൺസ് ആൻഡ് ഗോൾഡ്. ഇതിങ്ങനെ ബ്രൈറ്റ് ആയിട്ട് തിളങ്ങുന്ന കണ്ടില്ല ഗൈസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? ഓ, പിന്നെ ഐ ഗെസ് ദിസ് ഇസ് UAE ട്രഷർ മോഡൽ, ബിക്കോസ് ഫുൾ UAE മോഡലാണ് എല്ലാതും. അറബിക് സ്റ്റൈലായിട്ടുള്ളതാണ്. എന്താ പറയുക, മേലെ തലയിലിടുന്നതും പിന്നെ ഈ മാലൊക്കെ ഗൈസ്. ലുക്ക്, ഇത് നല്ല ട്രഷർ തിളങ്ങുന്നു ഗൈസ്. ഓ, പിന്നെ ഇതൊരു ഇന്ത്യൻ സ്റ്റൈലാണ്. മേ ബി സം ഇന്ത്യൻ ഓൾഡ് സ്റ്റൈൽ തിങ്. ഇതും അറബിക് സ്റ്റൈൽ തന്നെയാണ്. ഇത് സൗദിയ സ്റ്റൈൽ. സൗദിയ ഗൈസ്. ഇതുകൊണ്ട് ഓ, നമുക്ക് ഇത്രയും കിട്ടി ഗൈസ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇതൊക്കെ പറ്റിയത് ഗൈസ്. ഓ, ഇതും കൂടെ ഉണ്ട്. ഇത് സിമ്പിൾ ചെയിൻ ആണ് ഗൈസ്. വളരെ സാഡാണ് ഗൈസ്. ഇതൊക്കെ പറ്റിയ ഒന്നും ഇതിലില്ല ഗൈസ്. ഓ, ഇതെന്തൊരു ബുക്ക്. ഇത് നിനക്ക് വേണം ഗൈസ്. ഇത് നമുക്ക് തുറന്നു നോക്കാം ഗൈസ്. ഇത് ഞാൻ എൻ്റെ കയ്യിൽ വെക്കാൻ നോക്കിയാണ് ഗൈസ്. ഗൈസ്. ഓ വെയിറ്റ്, ഇതിനെന്തൊരു റെഡ് കളർ. ഓ, നല്ല ഭംഗിയുണ്ട്. റെഡ് കളർ. ലുക്ക്, അത് തുറക്കൂ. ഓ, ഇതൊരു പോക്കറ്റ് ആണ് ഗൈസ്. ലുക്ക്, ഇതൊരു പോക്കറ്റ് ആണ്. എന്നാലും ഇത് ക്യാമറ മടുവാൻ കുറച്ച് ക്യാമറ ബാക്കോട്ട് ആക്ക് ഗൈസ്. ലുക്ക്, ഇതൊരു ബുക്കാണ്. ഇതേമാതിരി എത്ര ഉണ്ട്? ഓ, ഇതേമാതിരി 1 2 3. ഓ, ഇങ്ങനത്തെ 4 ഉണ്ട് ഗൈസ്. അല്ല, 3 ഉള്ളൂ. ഓക്കെ, 3 ഉണ്ട് ഗൈസ്. ഇതാണ് ഒരു ഹാർട്ട് പോയിന്റ് ഒരു മോഡലാണ് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്ത ട്രഷർ ഗൈസ്. ഇതെങ്കിലും ഞാൻ എടുക്കുക. അതവിടെ ഇരിക്കട്ടെ ഗൈസ്. ഇതെന്താണ് ഗൈസ്? ലുക്ക്, ഇത് കുറെ ഗോൾഡ് മോഡലാണ് ഗൈസ്. ഇത്ര ഓർണമെന്റ്സ് ഒക്കെയാ ഗോൾഡ് മോഡൽ ഗൈസ്. ഇതെല്ലാം ഡയറി മറ്റുള്ള ഓർണമെന്റ്സ് ആണ് ഗൈസ്. ലുക്ക്, ഇതൊക്കെ ഒരു ഗോൾഡ് മോഡലാണ് ഗൈസ്. ഇത്രയും പല പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ ആയിട്ടുള്ള മോഡലാണ് ഗൈസ്. ലുക്ക് ഗൈസ്, ഇത് ഞാൻ എല്ലാതും വിശദമായിട്ട് കാണിക്കുന്നില്ല, ബിക്കോസ് മർവാൻ ഇസ് ടു ഡിസപ്പോയിൻറ്റഡ്. അവന് നിർത്താൻ പറയുകയാണ്. അവൻക്ക് അത്ര സങ്കടമായി. അത്ര കഷ്ടപ്പെട്ടിട്ട് അവൻക്ക് പറ്റിയൊന്നും കിട്ടിയാത്തതിൻ്റെ സങ്കടം കാരണം അവന് നിർത്താൻ പറയുകയാണ്. ബട്ട് നമുക്ക് ഈ ട്രഷർ മുഴുവൻ കാണാൻ അവൻ സമ്മതിക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ട്രഷർ മുഴുവൻ ഓരോന്നോരോന്നായി കാണാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ എല്ലാതും കണ്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. ലുക്ക്, എടാ ക്യാമറ കാണിക്കടാ, നിങ്ങൾ സങ്കടപ്പെടല്ലടാ. അങ്ങനെ അടുപ്പിക്കല്ലേ, കുറച്ച് ബാക്കോട്ടാക്ക. അങ്ങനെ ആക്കല്ല മറവാൻ. കണ്ടില്ല ഗൈസ്, കുറേ സ്റ്റോൺസ്, എമറാൾഡ്, റൂബി ഒക്കെ ഉണ്ട്.
നല്ല ട്രഷർ ആണ് ഇത്. ഇത് ലോക്കാവില്ല. രാത്രിയായി തുടങ്ങുന്നു ഗൈസ്. ഒന്നും കൂടി ഉണ്ട്. ഇതും നിനക്ക് പറ്റില്ല. ഇതൊന്നും എനിക്ക് പറ്റില്ല. സാരല്ല മർപ്പൻ, സാരല്ല. ഇത് കുറെ ഇയറിംഗ് സെറ്റാണ്. മറ്റേ മാലകൾക്ക് മാച്ച് ആയിട്ടുണ്ട് ഇയറിംഗ്. ഗൈസ് കുറെ ഇയറിംഗ്സ് ഉണ്ട്. ലുക്ക്, ഇതൊക്കെ നല്ല ഗോൾഡൻ, നല്ല വിലപിടിപ്പുണ്ടതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നത്. ഇതന്നെയായിരുന്നു ഗൈസ് നമ്മൾ ട്രഷർ. നമ്മൾ ഇത്ര നേരം കഷ്ടപ്പെട്ട് നോക്കിയെങ്കിലും നമുക്ക് കിട്ടിയത് അതായത് കുറെ പൈസക്കുള്ള സാധനങ്ങളാണ് ഗൈസ്. നമ്മൾക്ക് ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വിറ്റ് KFC ആക്കി തീർക്കുക ഗൈസ്. അതാണ് അടുത്ത പ്ലാൻ. KFC ആക്കാനൊന്നും കൊടുക്കില്ല ഗൈസ്. എല്ലാ ഗേൾസും ഇതൊന്നും കൊടുക്കില്ല എന്നൊക്കെയാണ്. അപ്പൊ ഗേൾസ് ആരൊക്കെ ഉണ്ട് അവരെ കയ്യിലൊക്കെ സപ്പോർട്ട് ചെയ്ത് പറയണം ഇത് KFC ആക്കണോ അതോ ഇതേമാതിരി എനിക്ക് എന്നും വേറെ ചെയ്യാനായി വെക്കണോ. അതോ ബാങ്കിൽ ഇടണോ? ബാങ്കിൽ ഇടണ്ട. ഇതാണ് ഒരു സെറ്റ്. രണ്ടാമത്തത് ഇതിൽ പെണ്ണ് ഒരു സെറ്റ്. ഇതിലൊക്കെ പെണ്ണെങ്കിലും ഉണ്ട്. അതാ ഈ ബുക്കിക്കട ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് വെക്കടാ. ഇതാ ഒരു സെറ്റ്, രണ്ടാമത്തെ സെറ്റ്, മൂന്നാമത്തെ സെറ്റ്, നാലാമത്തെ സെറ്റ്, അഞ്ചാമത്തെ സെറ്റ്, ആറാമത്തെ സെറ്റ്. ഗൈസ് നമുക്ക് ട്രഷർ നമ്മൾ 6 ട്രഷേഴ്സ് കണ്ടുപിടിച്ചു. അപ്പൊ 6 സെറ്റ് സാധനങ്ങളുണ്ട് ഗൈസ്. ഗൈസ് നമ്മൾ കീ ഒക്കെ എവിടെ വെച്ചാ ഗൈസ്? അതൊക്കെ എന്റെ കയ്യിലുണ്ട് ഗൈസ്. ഗൈസ് ഭാഗ്യം. ഗൈസ് ഈ ക്യാമറ ഒന്ന് പിടിക്കൂ ഗൈസ്. ലോക്കേക്കിലും ഞാൻ ചെയ്തോട്ടെ. ഇതിന്റെ കൈ ഇതിനെ പറക്കുന്നു ഗൈസ്. സോ ഗൈസ് വി കുഡ് ക്ലോസ് ദിസ്. ഗൈസ് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അങ്ങനെ ഇത്തരം സാധനങ്ങളാണ് ഗൈസ് നമുക്കായി ക്വീൻ അയച്ചു തന്നിരിക്കുന്നത് ഗൈസ്. ക്വീൻ അയച്ചു തന്നതല്ല, ഇത് ട്രഷേഴ്സ് ആണ്. ക്വീൻ നടത്തിയ ട്രഷറാണ് ഇത് ഗൈസ്. ഇത് ക്വീനിന്റെ ട്രഷേഴ്സ്. ബുദ്ധിയുള്ളവർക്ക് വേണ്ടി ക്വീൻ അല്ല കേട്ടോ, ക്വീൻ ആ ക്വീൻ അല്ല, ലൈക്ക് പ്രിൻസസ്. നമുക്കിപ്പോൾ ഇതിലൊരു സേഫ്റ്റി തോന്നിക്കില്ല. അഥവാ ഈ ചാവി മിസ്സാലോ ഗൈസ് നമ്മൾ നേരിലൊരു ഐഡിയ കണ്ടുപിടിച്ചു ഗൈസ്. ഓപ്പോസിറ്റ് ആയിട്ടിരിക്കണം ഗൈസ്. ഒരു ലോക്ക് ഉപയോഗിക്കാൻ പോലും അറിയുന്നില്ല അത് തോന്നുന്നു ഗൈസ്. നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഇതാക്കിയതിന് ഗൈസ് നമ്മൾക്ക് ഇതെന്താ ലോക്കാവാത്തത്? ഈ മടുവാൻക്ക് ഒരു മിനിറ്റ് ഗൈസ്. ഈ മടുവാൻക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല ഗൈസ്. എന്റെ കയ്യിൽ വിട്. ഓക്കെ ഗൈസ്, നമുക്ക് അപ്പോൾ ലോക്ക് അതിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഗൈസ്. കീയും ലോക്കും ഒരുമിച്ച് വെച്ചിരിക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്, വെയിറ്റ് ഉണ്ട്. സോ അത് ഞങ്ങൾ എടുക്കാം. ഇനി പോകാൻ നേരത്തെ നീ ഇത് എടുത്തോ, ഞാൻ ട്രഷർ വേണ്ട ഗൈസ്. അവന് നമ്മൾ വരുന്ന നേരത്തെ നിങ്ങൾ കണ്ടതല്ല, അവൻ ട്രഷർ ഈ പാത്രം നിന്നോട് ഇങ്ങനെ ചോദിച്ചിരുന്നത്. ഇപ്പൊ അവൻ പാത്രം എടുത്തോട്ടെ, ഞാൻ ട്രഷർ എടുക്കാം ഗൈസ്. അപ്പോൾ